മധ്യവയസ്കയായ ഒരു ലേഡി ഗവൺമെൻറ് എംപ്ലോയിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർക്ക് നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊരു വേദന. ചിലപ്പോൾ അത് ഇടതുഭാഗത്ത് പുറത്തായി തോന്നും. ഇടുപ്പല്ലിന് വേദന വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഓഫീസിൽ പോകാൻ പറ്റില്ല, ലീവ് എടുക്കാൻ പരിമിതിയുള്ളതിനാൽ അതിൻ്റെ ടെൻഷൻ വേറെ. നിരവധി ഡോക്ടേഴ്സിനെ മാറി മാറി കാണുന്നുണ്ട്. കാർഡിയോളജിസ്റ്റ്, ഓർത്തോ, ഫിസിഷ്യൻ. നിരവധി ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. അതായത് ECG, MRI, എക്സ്റേ, CT. ഡോക്ടേഴ്സ് ഇങ്ങോട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവർ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇതെല്ലാം ചെയ്തു നോക്കിയിട്ടും അതിലൊന്നും ഒരു രോഗവും കാണുന്നില്ല. അങ്ങനെ ഏതോ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഒരു കൗൺസിലിംഗ്. അങ്ങനെയാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ദൂരത്തായതിനാൽ ഓൺലൈനാണ് പ്രിഫർ ചെയ്തത്. 2 ദിവസങ്ങളിലായി 4-5 മണിക്കൂറോളം കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ സംസാരിച്ചു വരവേ ആത്മീയ ചൈതന്യം അല്ലെങ്കിൽ ദൈവിക ചൈതന്യം ശരീരത്തിൽ ആവാഹിക്കുന്ന ഒരു വ്യക്തിയുടെ ക്ഷേത്രത്തിൽ അമ്മ പോകുമായിരുന്നു. ഒരു ദിവസം ഞാനും കൂട്ടിന് പോയി. കുട്ടിക്ക് എപ്പോഴും ക്ഷീണവും അലസതയുമാണ്, പഠിക്കാൻ തീരെ താല്പര്യം തോന്നുന്നില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഒരു വൈദ്യർ കൂടിയായ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ലേഹ്യം തരാം, അത് ഉള്ളിൽ കൊടുക്കുക, കൂടെ എന്തോ വിശിഷ്ട അങ്ങാടി മരുന്നുകളൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു തൈലത്തിൽ കിഴി ഊന്നുക കൂടി ചെയ്യുമ്പോൾ, ശരീരത്തിൽ ഒരു കിഴി വയ്ക്കുക കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലത വരും. അങ്ങനെ ഒരു ദിവസം ഈ വൈദ്യരും പരിചാരകനും കൂടി ഈ കുട്ടിയുടെ വീട്ടിൽ വരികയും ട്രീറ്റ്മെൻറ്റ് നടത്തി വരവേ വൈദ്യർ ഈ പരിചാരകനോട് പറഞ്ഞു, ഇടതു ഭാഗത്താണ് പ്രശ്നം, ഇത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് കേട്ട് കിടന്ന കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു വാചകം സ്റ്റാമ്പ് ചെയ്തു, അവിടെ രജിസ്റ്റർ ചെയ്തു. പിന്നീട് യുവത്വത്തിൻ്റെ ആരോഗ്യത്തിൽ ഇതെല്ലാം മറന്നു. പ്രായമായി തുടങ്ങി. മെനോപോസിൻ്റെയും ഹോർമോൺ ചേഞ്ചസിൻ്റെയും ഒക്കെ അസ്വസ്ഥതകൾ ശരീരത്തെ അലട്ടി തുടങ്ങിയപ്പോൾ അന്ന് വൈദ്യർ പറഞ്ഞ വാചകം ഓർത്തു, ഇടതു ഭാഗത്താണ് പ്രശ്നം, ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ശരീരത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും ഇവർ ഇടതു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി. എൻ്റെ മരണം ശരീരത്തിൻ്റെ ഇടതു ഭാഗത്ത് എന്തെങ്കിലും അവയവങ്ങൾക്ക് രോഗം വന്നിട്ടോ അല്ലെങ്കിൽ ഇടതു ഭാഗത്ത് എന്തെങ്കിലും അപകടം വന്നിട്ടോ ആയിരിക്കും എന്ന് പോലും ഈ മാഡം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബിലീഫിനൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, മാഡം ഇത്രയും ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള സമയത്ത്, അതായത് CT, MRI പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എടുത്ത് അതിലൊന്നും രോഗം സ്ഥിരീകരിക്കാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ശരീരത്തിന് പുറത്ത് കിഴി ഊന്നിയിട്ട് ഒരു വൈദ്യർ ഇത് കണ്ടുപിടിക്കുക? അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ശരീരത്തിൽ ദൈവിക ചൈതന്യം വരുമ്പോഴാണ് അദ്ദേഹം ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത്. ദൈവത്തിൻ്റെ മുന്നിൽ എന്ത് ടെക്നോളജി? ഒരു വ്യക്തിയെ തളർത്താനും വളർത്താനും മനസ്സിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാക്കാനും അത് ഹീൽ ചെയ്യാനും ബന്ധങ്ങളെ തകർക്കാനും പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കാനും കഴിവുള്ള നമ്മുടെ വാക്കുകളുടെ ശക്തിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനിരുന്നപ്പോൾ ഈ സംഭവം പറയണമെന്ന് തോന്നി. പേരും സ്ഥലവും മെൻഷൻ ചെയ്യാതെ ഇത് റിവീൽ ചെയ്യാൻ ആ ഫാമിലിയിൽ നിന്ന് പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. അറിഞ്ഞോ അറിയാതെയോ തമാശയായോ കാര്യമായോ മുതിർന്നവർ പറയുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിൽ ഒരു വിശ്വാസമായി കയറിക്കൂടും. ഭാവിയിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഈ വിശ്വാസത്തെ കണക്റ്റ് ചെയ്യും. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ഗംഗ എന്ന കഥാപാത്രം ഒരു പ്രേതബാധയുമായി താദാമ്യം പ്രാപിക്കുന്നതിന് തൻ്റെ കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത യക്ഷിക്കഥകളും നാടോടിക്കഥകളും എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തി എന്ന് നാം കണ്ടതാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസം നേടി സ്വന്തമായി ഏൺ ചെയ്യുന്നത് വരെ അവൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്നാൽ അവനൊരു വ്യക്തിയാണ്, വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള നമ്മളെപ്പോലെ ഒരു വ്യക്തി. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ മകനോ മകളോ ആയിരിക്കാം. പക്ഷേ നമ്മുടെ മുന്നിലെത്തുന്നതിന് തൊട്ട് മുൻപ് അവൻ സ്കൂളുകളിലോ കളിക്കളത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ ആയിരുന്നിരിക്കാം. അധ്യാപകരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ സ്കൂൾ ബസ്സിലെ ജീവനക്കാരിൽ നിന്ന് അവൻ്റെ ആത്മാഭിമാനത്തിനെ വ്രണപ്പെടുത്തുന്ന തിക്ത അനുഭവങ്ങളും പേറിയായിരിക്കാം ഒരുപക്ഷെ വീട്ടിലേക്ക് വരിക, നമ്മുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നത് അവനിൽ ഒരു അപകർഷതാബോധം ഉണ്ടാക്കും. അല്ലെങ്കിൽ എനിക്ക് എവിടെയും പരിഗണന കിട്ടുന്നില്ല എന്ന് കുട്ടിക്ക് തോന്നി തുടങ്ങും. ഭീഷണിയുടെ സ്വരം ഒരു പ്രയോജനവും ചെയ്യില്ല. 13 വയസ്സുകാരനായ തൻ്റെ മകൻ അഡൾട്ട് സൈറ്റുകൾ സെർച്ച് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, മേലാൽ ഇത് ആവർത്തിക്കരുത്, നീ അതിനൊന്നും വളർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മാറി ഇതെങ്ങനെ ലഭ്യമാക്കാം എന്നവൻ ചിന്തിച്ചു തുടങ്ങും. കാരണം അവൻ്റെ ബോഡിയിൽ ബയോളജിക്കലി ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയമാണ്. അറിയാനുള്ള അവൻ്റെ ആകാംക്ഷ, ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു എർജ് അത് ശമിക്കുന്നില്ല. നിയന്ത്രിക്കുന്നവർ ശത്രുക്കളാകും.
മാതാപിതാക്കളിൽ നിന്നും മാനസികമായി അകലാൻ തുടങ്ങും. കടുത്ത ഭീഷണി അത് അവനിൽ ഒരു അമിതമായ ഭയം, അപകർഷതാബോധം അല്ലെങ്കിൽ ലൈംഗികതയോടെ തെറ്റായ ഒരു സമീപനമൊക്കെ ഉണ്ടാക്കും. ഭാവിയിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടായാൽ പോലും അത് മാതാപിതാക്കളോട് പറയാൻ അവൻ മടി കാണിക്കും. പകരം ഇങ്ങനെയൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആക്രോശിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതെ ശാന്തമായി ചിന്തിക്കാനുള്ള സമയമെടുക്കുക. മറ്റ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ഇതേപ്പറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ അവനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കുകയോ ചെയ്യാതെ അരികിലിരുത്തി സ്നേഹത്തോടെ സംസാരിക്കുക. ഈ തോന്നലുകൾ ഈ ഒരു പ്രായത്തിൽ നാച്ചുറലാണെന്നും ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കാണുന്നതെല്ലാം വെറും അഭിനയമാണെന്നും അത് യഥാർത്ഥ ജീവിതമല്ലെന്നും ഇതൊക്കെ നമ്മുടെ മാനസിക വളർച്ചയെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയെ അല്ലെങ്കിൽ അവരുടെ പഠനത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. മൈൻഡ് ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ ഒരു രക്ഷകർത്താവിൻ്റെ പശ്ചാത്താപം ഇങ്ങനെയായിരുന്നു. തൻ്റെ കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതിനാൽ പ്രോഗ്രസ് റിപ്പോർട്ട് വീട്ടിൽ കാണിക്കാൻ മടി കാണിക്കുകയും എന്നാൽ അത് സ്കൂളിൽ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേയിൽ ഭയം കാരണം സ്കൂൾ ബസ്സിൽ കുഴഞ്ഞു വീഴുകയും ചെയ്ത് തിരികെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തൻ്റെ മേലധികാരിയുടെ ശകാരം കേട്ട് അവധിയെടുത്ത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം അവനെ അരികിലിരുത്തി അവധി കിട്ടിയ ആ ദിവസം അവനെ ചേർത്ത് പിടിച്ച് ധൈര്യം കൊടുത്ത് അവന് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സ്നേഹത്തോടെ അവനോടൊപ്പം ആ ദിവസം മുഴുവൻ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ ദിവസം എന്നും മെമ്മറബിളായേനെ. അല്ലേ മാം? നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന നല്ല വാക്കുകളും പോസിറ്റീവ് മനോഭാവവും നൽകുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ പ്രകാശമാനമാക്കുന്നത്.